ഞാനിപ്പോൾ ഉള്ളത് ഫാഹിലില് ബ്ലോക്ക് 10 സ്ട്രീറ്റ് 50 സ്കൈവേസ് എന്ന് പറയുന്ന ഒരു തട്ടുകടയിലാണ്. ഇത് കബാബ്ജിയുടെ തൊട്ടടുത്താണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇവിടുത്തെ പോത്ത് വരട്ടിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഇവിടെ സിഗ്നേച്ചർ ആയിട്ടാണ്. എല്ലാ ദിവസവും സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഇവിടുത്തെ ഈ ഒരു പോത്ത് വരട്ടിയതും അതുപോലെ തന്നെ ഈ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു 1-2 റിവ്യൂസ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. ഈ തട്ടുകടയിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിരിക്കുന്നത് ഈ തട്ടുകടയുള്ളത് ബ്ലോക്ക് 10 സ്ട്രീറ്റ് 50 അപ്പോൾ ഇതാണ് ആ തട്ടുകട. നമുക്ക് ഇവിടെ അകത്ത് കയറിയിട്ട് നമുക്ക് ആ ഒരു ഐറ്റം നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഞാനും നജീബുമാണ് ഇന്നത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിവ്യൂ കണ്ടിട്ട് വന്നതാണ് ഇവിടെ. അല്ലേ, എങ്ങനെയുണ്ട്? അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഷമീർ ഭായി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നു ഫേസ്ബുക്കിനകത്തൊക്കെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ഇവിടെ ഫയൽ വരെ ഒന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിന് ഷമീർ ഭായിനെ വിളിച്ചു, ഇങ്ങ് പോന്നു. അതെ, നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇന്ന് പോത്ത് വരട്ടിയത് അല്ലേ, നമ്മളിന്ന് കഴിക്കാൻ വന്ന് പോത്ത് വരട്ടിയത്. നാളെ ഒരു നല്ല പോത്ത് വരട്ടിയത്. അതെ, ഇന്നിപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 ആയിട്ടുണ്ട്. എന്തായാലും ലഞ്ച് ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ കേറിവാട മക്കളാണെന്ന് പറയുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോകാം. Voy a cantar esta canción con mucho cariño de mi corazón a la República Dominicana, la casa del merengue y la casa de la bachata. Voy a cantar esta canción con mucho cariño de mi corazón a la República Dominicana, la casa del merengue y la casa de la bachata. La 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 la, la casa del merengue. La 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 la, y la casa de la bachata. നന്നായിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലത്തിൽ ചില ബീഫ് വേവും, ചിലത് നല്ല വേവാതിരിക്കും, അങ്ങനെയുള്ള സംഭവമുണ്ട്. പക്ഷേ ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എരിവ് കാര്യമായിട്ടൊന്നുമില്ല, നല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ ആ മസാലയുടെ അധികം കുത്തൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ഇതാ എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ തോന്നണം കേട്ടോ. ബീഫ് വരട്ടിയത് ഇങ്ങനെ ഇടാം. തൈര് നമുക്ക് തൽക്കാലം ഇഞ്ചി അച്ചാറുണ്ട്. അടിപൊളി അച്ചാറാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ബീഫൊക്കെ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ചോറുമുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിൽ ചോറുണ്ട്. അപ്പോൾ ഇങ്ങനെ വാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ടേസ്റ്റിൽ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മളോട് ചോദിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ അല്ല, ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് പറയുന്നത് ഈ ഒരു ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ നെയ്ച്ചോറും. നല്ല അടിപൊളി റൈസും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും. ഇപ്പോൾ നാട്ടിൽ കല്യാണ വീട്ടിലേക്ക് മിസ് ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പോൾ കല്യാണ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ 65 അതുപോലെ തന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടുന്നത്. ഈ നാടൻ ഇറച്ചി തോന്നും എന്ന് പറഞ്ഞാൽ ഈ സംഭവമൊന്നും ഇപ്പം നാട്ടിൽ കിട്ടാറൊന്നുമില്ല. അപ്പോൾ ഈ സാധനം ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാധനമാണ്. കൂടുതൽ പൊക്കി പറയുന്നതല്ല, പക്ഷേ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിച്ചപ്പോൾ അത്ര നല്ല സാധനം. Música,
música, música, te traigo música, 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 música de la República. ഷിൻഡോയുടെ നെയ്ച്ചോറും അതുപോലെ തന്നെ സംഭവം എല്ലാം കഴിച്ച് ഇവിടെ അടുത്ത ഓർഡറിനുള്ള സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പെരുന്നാൾ നിലവിലിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ഐറ്റം കൂടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയുണ്ട് ഷിൻഡോയിൽ? പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? വേണ്ട ഇവിടുത്തെ മെയിൻ കുക്ക് അല്ലേ? നാട്ടിലെവിടെയാണ്? ഞാൻ കോട്ടയം. കോട്ടയം. ബീഫ് വെറൈറ്റി സ്പെഷ്യലാണ് ഇവിടുത്തെ. നിങ്ങളുടെ സിഗ്നേച്ചർ ഐറ്റം ആണ്? നമുക്ക് കുറച്ചുകൂടെ മെയിനായിട്ട് പേര് കിട്ടിയ ഐറ്റം. അതെ അതെ അതെ. ഗീ റൈസും ബീഫ് റോസ്റ്റും അടിപൊളി. റെഡി ആവുന്നുണ്ട്. എന്താണ് സംഭവം? റെഡിയാണ്. ഗീ റൈസ് അവിടെ റെഡി ആവുന്നുണ്ട്. ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. ആ ഓക്കെ. നമ്മൾ കഴിച്ചു കേട്ടോ. നമ്മൾ സാധനം കഴിച്ചു. അടിപൊളി സാധനമാണ്. നല്ല അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ഐറ്റം. ഓക്കെ, കാണാം, വീണ്ടും കാണാം. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് ആണോ? അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ലൈവ് ഫേസ്ബുക്കിൽ കണ്ടു. ശരിക്കും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. ആണല്ലേ? ഓക്കെ. നിങ്ങളുടെ നാട്ടിലെവിടെയാ? കാസർഗോഡ്. നല്ല കണ്ണൂര്. നിങ്ങളോ? നിങ്ങൾ കാസർഗോഡ്. കുവൈറ്റ് ഫുഡീസ് എന്നുള്ള ഗ്രൂപ്പിൽ കണ്ടിട്ട് വന്നത്. ഫുഡീസ് എന്ന് പറഞ്ഞ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇവിടുത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അല്ലേ? നെയ്ച്ചോറും ബീഫ് വരട്ടിയതും അല്ലേ? പോത്ത് വരട്ടിയതും അതന്നെ. അപ്പൊ അത് ഞാനും കണ്ടു. അങ്ങനെയാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ വരുന്നത് നജീബിനെ കൂട്ടിയിട്ട്. സെയിം അനുഭവമാണ് ഇവര്. ഇന്നലെ അത് കണ്ടിട്ട് ഇവർ വന്നാണ്. പക്ഷെ ഇന്നലെ ഇവർ പറഞ്ഞത് കുറെ ഫാമിലീസ് വന്നെന്ന് പറഞ്ഞു. ഇവിടെ ജഹ്റയിൽ മറ്റു അവിടെ നിന്നൊക്കെ കുറച്ച് ഫാമിലീസ് വന്നു. പക്ഷേ അവർക്ക് ഇവിടുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. ഫാമിലീസ് ആയതുകൊണ്ട് ഒന്നാമത് ഈ സീസൺ അങ്ങനത്തെയാണ്. പക്ഷെ ബാച്ചിലേഴ്സ് വന്നിട്ട് ഇവിടെ കഴിക്കാം. നിങ്ങളിത് പാർസൽ മേടിക്കാൻ വന്നതാണ്? ഇവരിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സെയിം. അപ്പോൾ നമുക്ക് നമ്മുടെ സെയിം അനുഭവമായിട്ട് വന്ന ചെറുപ്പക്കാരാണ് ഇവര്. കാസർഗോഡുള്ളത്. എവിടെ വർക്ക് ചെയ്യുന്നത്? സാൽമി വരുന്നതാണ്. ഓക്കെ ഓക്കെ, കണ്ടു സന്തോഷം. നമ്മുടെ നസീർ പാലക്കാടാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ അല്ലേ? അപ്പൊ തട്ടുകട മറക്കണ്ട, ഇതൊരു നാടൻ തട്ടുകടയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കിട്ടും. പുട്ട്, ദോശ, കടലക്കറി അല്ലെ, പല ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ പോലെ നിങ്ങൾ ഫോൺ ചെയ്യുക. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് വരട്ടി കഴിച്ചത് വയറ് ഫുള്ളായിട്ട് ആകെ ക്ഷീണനായിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സിന് വന്നിരിക്കാൻ കഴിക്കാനൊരു സംവിധാനമുണ്ട്. പക്ഷെ ഫാമിലിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ അതിന് പകരം ഇവർ ഓർഡർ എടുക്കുന്നുണ്ട്. പാഴ്സലായിട്ട് നിങ്ങൾ എവിടെയാണ് അവിടെ എത്തിച്ചു തരും. ഒരുപാട് ഓർഡർ മെയിനായിട്ട് ഇവിടുന്ന് പാഴ്സലാണ് പോകുന്നത്. ഇവിടുന്ന് കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇതാണ്. ബാച്ചിലേഴ്സിന് പറ്റും. അപ്പോൾ നമ്മൾ വന്നത് കഴിഞ്ഞ ദിവസം FB-ൽ ഒരു പോസ്റ്റ് കണ്ട് ഇവിടുത്തെ ബീഫ് വരട്ടി എന്നുള്ളത് നെയ്ച്ചോറൊക്കെ ഫേമസ് ആണ്. അങ്ങനെ ഞാനും നജീബും കൂടെ ഇവിടെ വന്നതാണ്. നമ്മുടെ ഒപ്പം ഉള്ളത് നസീർ പാലക്കാടാണ്. പക്ഷെ നിങ്ങൾ നസീറിനെ അറിയും. പിന്നെ എന്തുണ്ട് ഇവിടുത്തെ മെയിൻ വിഭവം ഇതാണല്ലേ, നമ്മുടെ ബീഫ് വരട്ടിയതും ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഇവർ പറയുന്നത്. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഡെയിലി എവരിയുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാകാറുണ്ട്. കുവൈത്തിലാരും ഇതാക്കാത്ത പൊരിച്ച പൊറോട്ടയും കോഴിക്കൂർമയും, അതുപോലെ മറ്റേ ചിക്കൻ പായ, ഞങ്ങളുടെ ഭാഗത്തായിട്ട് ചിക്കൻ പായ. മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഡിഷസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ഒരു നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. അതായത് നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ വന്നിട്ട് രാവിലെ തന്നെ സംഗതി പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ സാധനം ഇവരുടെ മെനുവിലില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവർ ഡിസ്കസ് ചെയ്തിട്ട് ആ സാധനം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നെങ്കിലും ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ സെറ്റപ്പ് കണ്ടില്ലേ, ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ കയറി വേണം മക്കൾ. നമ്മുടെ 500 ഒരു ഡയലോഗാണ് നമ്മുടെ വെൽക്കം ചെയ്യുന്നത്. ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി. ഇത് കൂടുതൽ പൊക്കി പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല. കാരണം അത് വന്ന് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നജീബുണ്ട്. അപ്പോൾ നജീബിൻ്റെ ഒപ്പം ഷെന്യൂർ ബോക്സ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് എവിടെയാണ്?
ഇവിടെ അവിടെ ഉത്സവ അല്ല ഫാഹേലിലെ ബ്ലോക്ക് 10 മക്കോഫ് സിഗ്നൽ അടുത്ത് തന്നെ പഴയൊരു കബാബ്ജി ഉണ്ട്. ആ കബാബ്ജിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിയൽ ടേസ്റ്റിന്റെ കൂടെ ഷെമീർ വ്ലോഗ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നജീബിന്റെ ചാനലിന്റെ പേര് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, റിയൽ ടേസ്റ്റ് ഹണ്ടർ. കുവൈത്തിലുള്ള ഒരുവിധം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അവിടെയുള്ള നല്ല നല്ല ഭക്ഷണം ടേസ്റ്റ് ചെയ്യുക. അതിന്റെ റിവ്യൂസ് നമുക്ക് പറഞ്ഞുതരാം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നജീബ് അത് കറക്റ്റ് പറഞ്ഞിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ചാനലിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നജീബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, കമന്റ് കൂടെ ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.